ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് ശേഷം മിക്ക പി എസ് സി ആസ്പിരൻസും ഏറ്റെടുത്തിരിക്കുന്ന ഒരു മിഷനാണ് മിഷൻ LDC LGS VFA. ധാരാളം സാധ്യതകളുള്ള ഒരു പോസ്റ്റുകളാണ് ഈ പറയുന്ന LDC LGS VFA എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവരുടെയും ഉള്ളിൽ ഇങ്ങനെ പഠനം സ്റ്റാർട്ട് ചെയ്യും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, സെൽഫ് സ്റ്റഡി വേണോ, കോച്ചിങ് വേണോ, അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ ഇറങ്ങുന്നവൻ്റെ ഉള്ളിലുണ്ട്. ലൈക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ പഠിച്ചു തുടങ്ങണോ, അല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് മതിയോ, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കും അല്ലേ. ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ LDC LGS VFA ഒക്കെ പഠിക്കുന്നത് 10th ബേസിസിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു സംഭവം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ പഠിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് എന്നുള്ളത് തന്നെയായിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടോ എനിക്ക് അതൊക്കെ സാധിക്കുമോ, ലിസ്റ്റിൽ തന്നെ കയറാൻ പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെ. നമ്മൾക്ക് ഇതുവരെ പല PSC എക്സാംസ് ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നമുക്ക് കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ലാഞ്ഞിട്ടോ അല്ല. പകരം നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ ബെറ്റർ ആയിട്ട് വേണ്ടത് മാത്രം പഠിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റാത്തതിന്റെ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ അതിന് കുറേയധികം കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ 3 എക്സാംസിന്റെ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എനിക്കെന്നല്ല നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുക ഒന്നാം റാങ്ക് കിട്ടുമോ എന്നുള്ള സംശയത്തിലല്ല നിൽക്കുന്നത്. നമ്മൾ ഒന്നാം റാങ്കെങ്കിലും ലക്ഷ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 100ന്റെ ഉള്ളിലെങ്കിലും എത്തും. ഓക്കെ, നമ്മുടെ എയിം അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ അതിലെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം നമ്മൾ അത്രയും എടുക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ഒരു 100ന്റെ ഉള്ളിലെങ്കിലും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ പോട്ടെ ഒരു 10 റാങ്കിന്റെ ഉള്ളിലെങ്കിലും വരണം. ഓക്കെ, റാങ്ക് 10ന്റെ ഉള്ളിലെങ്കിലും വരണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയോട് കൂടി വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അത് ഒരു വാശി, നമുക്ക് ആ ഒരു വാശിയാണ് വേണ്ടത്. ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ വെറുതെ നമ്മൾ കേവലം ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരി ഉയർന്ന റാങ്കിൽ എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അതാണ് ഞാൻ ഈ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ 10 റാങ്കിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കണം, ഈ പറയുന്ന ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്തണം. എന്നാൽ മാത്രമേ നമുക്കൊരു പെട്ടെന്നൊരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെത്തുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ലിസ്റ്റിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ സാധ്യതയൊക്കെ വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എയിം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വാശിയോടെ തന്നെ പഠിക്കണം. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് നമുക്കിന്ന്. ഓക്കെ, അത്രയും ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ചുറ്റും. നമുക്കിപ്പോൾ ഓരോന്നിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവരുടെയൊക്കെ മാർക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവരെക്കാൾ മുകളിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ എഴുതിയെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന ഈ 3 എക്സാമുകൾ ഉണ്ടല്ലോ, അതിനുവേണ്ടി നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള 100% എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറായിരിക്കണം. എന്ത് ഇതിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് നേടിയിരിക്കും എന്നുള്ളൊരു വാശിയോടുകൂടി വേണം പഠിക്കാൻ. അപ്പൊ ആ ഒരു വാശി വരുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ആയിരിക്കും. ഓക്കെ, പഠിക്കാനാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ആ ഒരു മൈൻഡോട് കൂടിയായിരിക്കും നമ്മൾ പഠിക്കുക. നമ്മുടെ മൈൻഡിൽ ആ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് അടുത്തതിൽ ഉണ്ടായിരിക്കണം എന്ന ആ ഒരു ആ ഒരു സംഭവമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. കാരണം നമ്മളെ ഈ പഠിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കുറേയധികം നെഗറ്റീവ്സ് നമുക്ക് വരാം. ഓക്കെ, ഇത്രയും നാളായില്ലേ പഠിച്ചിട്ട്, ഇനി എന്ത് കിട്ടാനാ, ഇതുവരെയായിട്ടൊന്നും ആയില്ലേ എന്നുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ്സ് വരാം. അപ്പൊ അതിനെയൊക്കെ അവഗണിച്ച് അടുത്തിൽ ഞാൻ നേടിയിരിക്കും എന്നുള്ള ഒരു വാശി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഉണ്ടാവണം. അപ്പം ചിലർ ചിന്തിക്കും, ഇത് തന്നെയല്ലേ ഓരോ എക്സാം കഴിയുമ്പോഴും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ചില എക്സാംസിനൊക്കെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടും കിട്ടാതെ വരാം. അവിടെയാണ് നമുക്ക് ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഒരു സംഭവം എനിക്ക് തോന്നിയേക്കണം കേട്ടോ. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും അവിടെ ഒരു ചെറിയ ശതമാനമാണെങ്കിൽ പോലും ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഓക്കെ, ഇഫ് നമുക്ക് ആ ഒരു ലക്കും കൂടി ഉണ്ടെങ്കിൽ, ആ ഒരു ഫാക്ടറും കൂടെ ഫേവറബിൾ ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് വിധിച്ചതാണോ നമ്മുടെ കയ്യിൽ വന്നിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതിൽ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നണം. എന്നിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിധിയില്ല എന്ന് തന്നെ ഉറപ്പിക്കും. ഓക്കെ, അപ്പം ഇത് നമ്മൾ പക്ഷെ കേവലം സാധാരണ രീതിയിൽ ഇതുവരെ പഠിച്ച രീതിയിൽ പഠിച്ചാൽ മാത്രം പോരാ. അതിൻ്റെതായ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം പഠിക്കാൻ ശ്രമിക്കാൻ കുറച്ചും കൂടി. അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും പറയുന്നതല്ലേ എന്ന് വിചാരിക്കും. കാരണമുണ്ട്. നമ്മൾ എത്രയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചാലും നമ്മൾ അതൊന്നും ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല.
ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. അത് കഴിയുന്നവരെ അല്ലെങ്കിൽ എന്താണ് എക്സാമിന്റെ ടൈം വരെ നമുക്കത് പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? അതായത് നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ അത് നല്ല ടേസ്റ്റിയോടുകൂടി നല്ല ഭംഗിയിൽ ഓക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു അപ്പീലിംഗ് ആയിട്ട് നമുക്ക് തോന്നണം ആ ഒരു കറി അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം എങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സ്വരുക്കൂട്ടും അല്ലെ? ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത്? വേണ്ടത് മാത്രമേ നമ്മൾ എടുത്തു വയ്ക്കുള്ളൂ. ശരിയല്ലേ? ഇനി അത് വേണ്ട അളവിൽ നമ്മൾ എന്ത് ചെയ്യണം? മിക്സിങ്. അതായത് എത്ര അളവിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിൽ ചേർക്കേണ്ടത്. എന്തെങ്കിലും ഒരു സാധനം കൂടിയാലോ കുറഞ്ഞാലോ തീർച്ചയായിട്ടും അത് ഈ സാധനത്തിനെ എഫക്ട് ചെയ്യില്ലേ? ഈ കറി അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ എഫക്ട് ചെയ്യില്ലേ? ആ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിനെ നമ്മൾ ആദ്യം എന്താണ് സെറ്റ് ചെയ്യണം. ഇതിനെ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടണം. പിന്നെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണം. അതാണ് അടുത്തൊരു കാര്യം അല്ലേ? നമ്മൾ ആ ഒരു ആത്മാർത്ഥതയോടുകൂടി സിൻസിയർ ആയിട്ട് ഹാപ്പിനെസ്സോടുകൂടി ചെയ്യണം. എന്നാലേ ആ ഉണ്ടാക്കുന്ന കറിക്കും ഒരു രുചിയും മണവും നിറവും ഗുണവും ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പം അത് നമ്മൾ അയ്യോ എൻ്റെ ഒരു കഷ്ടകാലത്തിന് എന്തിനാ ഇതിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു ഡെസ്പറേറ്റ് ആയിട്ട് എന്നുള്ള ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റഡീസും. അപ്പോൾ നമ്മളുടെ ഈ കറി പോലെയാണ് എന്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് LDC, LGS, VFA 3 എക്സാംസിന് വേണ്ടി ഒരുമിച്ച് പഠിക്കുന്നു. ഇത് 3ഉം കിട്ടിയ അത്രയും സന്തോഷം അല്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽസ് ആണ്. ഓക്കെ. നമ്മൾ എന്തൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാബ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി ഇതിന്റെ മിക്സിങ്. അതായത് എന്തൊക്കെ അളവിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട പോലെ വേണ്ടത് മാത്രം പഠിക്കുക എന്നുള്ള നമ്മുടെ സ്മാർട്ട് സ്റ്റഡി. ഓക്കെ. അപ്പോൾ വേണ്ട രീതി പ്രയോഗിച്ചാൽ പോരെ? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്താൽ പോരെ? അതിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ സിൻസിയർ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലേ? ആത്മാർത്ഥമായിട്ട് വേണം പഠിക്കാൻ. അതുപോലെ ലൂപ്പ് ഹോൾസും ഓക്കെ ഒബ്വിയസ്ലി നമുക്ക് നേരായ ട്രിക്കുകളും ടിപ്സും ഒക്കെ വഴി ചെയ്യാം. കുറുക്ക് വഴിയേക്കാൾ ഉപരി നമ്മൾ കഷ്ടപ്പെട്ട് നേടുമ്പോൾ അതിന്റെ മാധുര്യം ഇരട്ടിയായിരിക്കും അല്ലെ? മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ സന്തോഷത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുക. അത് വളരെയധികം സങ്കടത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനത്തെ ബാധിക്കും. ഓക്കെ. നമുക്കതൊരു നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും ആ ഒരു കറി ഉണ്ടാക്കാൻ നമ്മൾ അത്രയും എഫേർട്ട് അത്രയും കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ അത് അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെ? അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്തായിരിക്കണം? റാങ്ക് ഹോൾഡർ ആയിരിക്കണം. അത് കേവലം ചെറിയ റാങ്ക് പോരാ, നമുക്ക് ടോപ്പ് റാങ്ക് തന്നെ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം, ചെയ്തിരിക്കണം. ഓക്കെ. നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഈ പ്രാവശ്യത്തെ നമ്മളുടെ മിഷൻ ഈ പറയുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് കറി പോലെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇതാ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യം ശേഖരിക്കുക. എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് വേണം എന്നുള്ളത്. ഓക്കെ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിന്റെ രണ്ടിന്റെയും സിലബസ് സെയിം ആണ്. സോ ഒബ്വിയസ്ലി കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സിലബസിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ സിലബസിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ SCERT, NCERT, പിന്നെന്താണ് റാങ്ക് ഫയല്, പിന്നെന്താണ് നമുക്ക് ഡെയിലി CA എന്നുള്ള രീതിയിലൊരു സോഴ്സ് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അതുപോലെ ചില സൈറ്റുകൾ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്ക് പറഞ്ഞ പോലെ വേണ്ടി വരും സിലബസിന്റെ ഭാഗത്ത്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഇത് ഞാനിപ്പോൾ ഈ SCERTയുടെയും NCERTയുടെയും മറ്റു കാര്യങ്ങളും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം മാറ്റങ്ങൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിൽ വന്നിട്ടുണ്ട്. മീൻസ് നമ്മുടെ SCERT എസ്പെഷ്യലി SCERTയിൽ 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ഓൾറെഡി മാറിയതാണ്. 6, 8, 10ന്റെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറിയ ടെക്സ്റ്റിൽ നിന്ന് അവർ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ അപ്ഡേഷൻസ് കണക്കിലെടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? പഠിക്കാൻ. അപ്പോൾ പഴയ ടെക്സ്റ്റ് ഓൾറെഡി പഠിച്ചവർ അത് സെറ്റായി നിൽക്കരുത്. പുതിയ ടെക്സ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. കുറച്ചും കൂടെ പുതിയത് നോക്കാം. പഴയതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പുതിയത് റിലൈ ചെയ്യാം. ഓക്കെ. ദെൻ NCERTക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. എസ്പെഷ്യലി IT പോലത്തെ ഏരിയാസിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി റിലൈ ചെയ്യേണ്ടി വരും. ലൈക്ക് ഇപ്പോൾ കേരള ഗവേണൻസ് പോലത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് NCERTയും ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ വേണ്ടത് മാത്രം വേണ്ട അളവിൽ മതി. അല്ലാതെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വേണോ? എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാന്നത് കഴിഞ്ഞാൽ നമുക്ക് 50 വയസ്സായ പോലും ഒന്നും കിട്ടില്ല. അപ്പൊ ആവശ്യമായ അളവിൽ മതിയല്ല. ഓക്കെ.
പിന്നെ റാങ്ക് ഫയൽ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു എന്താ പറയാ എല്ലാ സംഭവങ്ങളും എല്ലാ സബ്ജക്ട്സും സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ ബുക്കിൽ കിട്ടുകയാണ് അല്ലെ. അപ്പൊ അവര് എക്സ്ട്രാ പോയിന്റ്സും ഈ ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക ചെയ്തിട്ടുണ്ടാവുക. ഒപ്പം അവരും എന്താണ് അവരുടെ എക്സ്ട്രാ പോയിന്റ്സ് ഈ ടെക്സ്റ്റിൽ അല്ലാത്ത കുറെ പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇതൊക്കെ വേണമെന്ന്. ആ ഒരു കൺഫ്യൂഷനിങ് ഒഴിവാക്കാനാണ് നമ്മൾ ഈ രണ്ട് സംഭവങ്ങൾ നോക്കുന്നത്. കാരണം ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം എന്തായാലും PSC ചോദിക്കും. അപ്പോൾ ആ പോയിന്റ്സിന്റെ ഒപ്പം ചില എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് ആവശ്യം വരും. ആ എക്സ്ട്രാ പോയിന്റ്സ് വേണോ വേണ്ടിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് PYQs സോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യേണ്ട ഒരു കാര്യം PYQs ആണ്. നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് ആണെങ്കിൽ പോലും ഓക്കെ PSCയുടെ ഇതിൽ ഇപ്പോൾ എന്ത് എക്സാം ഏത് ലെവലിൽ നടക്കുന്നതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണത് ശ്രദ്ധിക്കണം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സും നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞറിഞ്ഞ് പോകണം. ഓക്കെ, പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് കേരള എക്കണോമിക് റിവ്യൂ എന്നൊക്കെ പറയുന്നതാണ്. എക്കണോമിക്സിന്റെ റിലേറ്റഡ് ആയിട്ട് അത് കുറച്ചും കൂടി ഡിഗ്രി ലെവലിലൊക്കെയാണ് ചോദിക്കുക. എന്നാലും നമ്മളോടും ചോദിച്ചുകൂടായില്ല. അപ്പോൾ ഈ പറയുന്ന എന്താ പറയാ PYQs ഉണ്ടല്ലോ, ഇത് മുമ്പ് നടന്ന ചോദ്യപേപ്പറുകൾ നിങ്ങൾ ധാരാളം ചെയ്തു നോക്കണം. അത് നിങ്ങൾ എന്താണ് ഒരിക്കലും എന്താണ് ഇത് എപ്പോഴും പറയുന്നതല്ലേ കേൾക്കുന്നില്ല, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എഫക്റ്റിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കത് ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് എന്തൊക്കെ മാറ്റങ്ങൾ അവർ ചോദ്യങ്ങളിൽ വരുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ നിങ്ങളിപ്പോൾ ഇത് പഠിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ തന്നെ എന്താണ് 60 എബവോ 70 എബവോ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. ഓൾറെഡി കുറച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് 60 മുകളിലൊക്കെ കിട്ടി തുടങ്ങും. പക്ഷെ ഉടനെ ഒന്നും കിട്ടില്ല. എനിക്കും അങ്ങനെ കിട്ടിയിരുന്നൊന്നുമില്ല. നമ്മൾ ബൈ പ്രാക്ടീസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്ത് ശീലിച്ച് പിന്നെ നമുക്ക് കത്തും എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു അവരുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ എക്സാമിനും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡിഗ്രി ലെവലാണ് നമുക്ക് ഇപ്പൊ ഏറ്റവും ടഫായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ലെവൽ അല്ലേ. കാരണം അതിൽ പറയുന്ന കുറച്ചും കൂടെ ഇൻഡെപ്തിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടത്. നമ്മൾ ഇൻഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം നമുക്ക് ഏത് ലെവലിൽ നിന്ന് ആ ഒരു സംഭവത്തിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ ഇന്നലെ SIയുടെ നടന്നിട്ടുണ്ട്. ഓക്കെ, SIയുടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ മെയിൻസിന്റെ അപ്പൊ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് മാറ്റി നിർത്തി ബാക്കിയുള്ള ചോദ്യങ്ങൾ അവരെങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക, എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുള്ളത് നോക്കുക. കാരണം ഇംഗ്ലീഷ് മലയാളമൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ പലതും റെപ്പറ്റീഷൻ ആണ്. ഓക്കെ, അപ്പോൾ ചിലതൊക്കെ അവർ എന്താണ് എക്സ്ട്രാ കുറേയൊക്കെ ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ചില സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലതരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന എക്സാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മുമ്പുള്ള PYQs ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇപ്പോൾ അവരുടെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തെങ്കിലും എക്സാംസ് പുതിയ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ ദോ നിങ്ങൾ ആ ഒരു പോർഷൻ പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചാലും ഓക്കെ. കാരണം നമ്മുടെ കയ്യിലുള്ള അറിവ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലാതെ നമുക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം എഴുതാൻ പറ്റില്ല. അതിന് എത്ര കാലം നമ്മൾ ശ്രമിച്ചാലും നടക്കില്ല. കാരണം അത്രയ്ക്കധികം വാസ്റ്റാണ് നമുക്ക് ചുറ്റുമുള്ള എന്താണ് നമ്മൾ നേരിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും നോളജ് എന്ന് പറയുന്ന അത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പൊ ആവശ്യമുള്ളത് കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയെടുക്കണം, പഠിച്ചെടുക്കണം. അതിൽ അപ്ലൈ ചെയ്യേണ്ടത് നമുക്കത് എത്രത്തോളം ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന എന്താണ് ചോദ്യപേപ്പറുകൾ ചെയ്യുമ്പോഴാണ്. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട്, അത് മിക്കവാറും സെപ്റ്റംബർ 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്ക്, കുറച്ച് കാരണങ്ങളാണ് കേട്ടോ എനിക്കത് ഇത്ര ഡിലേ ആവുന്നത്. അതാണ് സ്റ്റാർട്ട് ചെയ്യാം. അന്നായിരിക്കും ഞാൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്ക്. അപ്പോൾ ഇതിൽ ഞാൻ ഡെയിലി എന്ത് ചെയ്യും, ഒരു ടൈം ടേബിൾ, നമ്മൾ എത്ര വിഷയം ഓരോ ദിവസവും എന്തൊക്കെ സംഭവങ്ങളിൽ നിന്ന് നോക്കണം, അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അന്ന് രാത്രി തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, കാണും, ആൻസർ ചെയ്യും, നിങ്ങളുടെ മാർക്ക് അറിയും, റാങ്ക് അറിയും. അപ്പോൾ സോ ദാറ്റ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അന്നന്ന് പഠിക്കുന്നതിനെ എന്താണ് നമ്മൾ അന്നന്ന് ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടെ എന്താണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനും നമുക്ക് ആ മാർക്ക് കൂട്ടാനുള്ള വാശിയൊക്കെ കൂടുതലാകും. അതുപോലെ എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മൾ കാണുന്ന ഏരിയാസിൽ നിന്ന് വരാം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ ചെയ്യട്ടെ. അപ്പോൾ ഇത് ഒരിക്കലും എന്താണ് താമസിച്ചല്ലേ എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത്രയും വൈകിട്ടാണോ, കാരണം എന്തൊക്കെ ചെയ്താലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ എന്താണ് നമുക്ക് ഈ ഒരു ഇതിൽ ആവശ്യത്തിന് അനുസരിച്ച് നോക്കി പോകാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ ചെയ്താലും നമ്മൾ ആ ഒരു 2 months അല്ലെങ്കിൽ 3 months കൊണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പഠിച്ച പോലെ ആകില്ലല്ലോ. ഇത് എന്തായാലും ഇതിന് അത്യാവശ്യം ടൈം ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ എന്താണ് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഹോം സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്
ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാർട്ട് 1 വീഡിയോ SCRT വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഓൾഡ് SCRTയുടെ കാര്യം ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾഡ് SCRT ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് വേണ്ടതെന്ന്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ ഞാൻ പറഞ്ഞു 6, 8, 10 മാറിയിട്ടുണ്ട്. അതിൽ സെക്കൻഡ് പാർട്ടിൻ്റെ വന്നിട്ടില്ല ചിലതൊക്കെ. അപ്പോൾ അതും കൂടെ നോക്കി വേണ്ടത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ജനറലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലർ ഇപ്പം തന്നെ SCRT എല്ലാം നോക്കണം എന്നുള്ള രീതിയിൽ പറയാം. ചിലവർ എന്തെങ്കിലും അഡീഷണൽ വന്നാലോ എന്ന് വെച്ച് എക്സ്ട്രാ പറയാം. പക്ഷേ ഞാൻ നോക്കിയിരിക്കുന്നത് ആ ഒരു പാഠഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പാഠഭാഗങ്ങളെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെലവൻസ് അത്രത്തോളം ഉണ്ട്. 2 പാർട്ട് വീഡിയോസായിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് പാർട്ട് 1 5 to 10 വരെയുള്ള ക്ലാസ്സുകളിൽ നോക്കേണ്ടത് SCRTയുടെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 70+ എന്നുള്ളത് തന്നെയാണ്. 70+ അല്ല, നമ്മൾ 80+ തന്നെ ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് 80+ ആണ്. എന്നാൽ മാത്രമേ നമുക്കൊരു 75 എബോ അല്ലെങ്കിൽ 70 എബോ എങ്കിലും നമ്മൾ എത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു 80+ലോട്ടൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ അത്രയും നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സോ ഒരു വാശിയോട് കൂടി വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ PYQs മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വേണ്ടത് സ്മാർട്ട് സ്റ്റഡി ആയിരിക്കണം നമ്മൾ റിലൈ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആ എന്താണ് പാർട്ട്, അതായത് നമുക്ക് നമ്മൾ പാർട്ട് 2 വരെയല്ലേ ചെയ്തത്. ബാക്കി SCRTന്ന് 5, 7, 9 ക്ലാസ്സുകളിലെ പാർട്ട് 2 ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെ പോർഷൻസ് ആണ് നോക്കേണ്ടതെന്ന് പറയാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നോക്കണ്ട, അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കും എന്ത് പറയാം, SCRT എല്ലാം നോക്കണം എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, വേണ്ടത് മാത്രം മതി. എങ്ങനെ നോക്കണം നമ്മളൊരു SCRT പാഠഭാഗം എന്നുള്ളത് കഴിഞ്ഞ ഒരു 8ാം ക്ലാസ്സിലെ പാഠഭാഗം പഠിപ്പിക്കുന്നതിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാർട്ട് 2-ൽ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാൻ വേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് 6, 8, 10 സമഗ്രയുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം കൊണ്ട്, ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, ഒരു സ്റ്റഡി പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് വെറുതെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോകാം. നമ്മൾ കേവലം ഒരു തവണ വായിച്ചാലൊന്നും നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. നമുക്കൊരു ത്രൈസ് ഒക്കെ വായിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് SCRT പാഠഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് NCERT-യിലോട്ട് കിടക്കാം. നമുക്ക് സിലബസ് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 2 ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാർട്ട് 2 സോഷ്യൽ സയൻസിൽ നിന്ന് 5ാം ക്ലാസ്സിൽ നോക്കേണ്ടത് ചാപ്റ്റർ 7 ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നുള്ളത്, ചാപ്റ്റർ 8 നാടറിയാം, ചാപ്റ്റർ 9 തുല്യതയിലേക്ക്, ചാപ്റ്റർ 11 നിയമവും സമൂഹവും. ഓക്കെ, ദെൻ ക്ലാസ് 7-ൽ നിന്ന് ചാപ്റ്റർ 8 അധികാരം ജനങ്ങൾക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പാഠഭാഗം. ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, അത് മാപ്പ് ഓറിയൻറ്റഡ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണം. ചാപ്റ്റർ 10 ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ, തീർച്ചയായിട്ടും നോക്കണം. ഓക്കെ, ദെൻ ക്ലാസ് 9-ൽ നിന്ന് സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഇതൊക്കെ. ചാപ്റ്റർ 7 ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, ഇത് SS1 എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 9ാം ക്ലാസ്സിൽ SS1-ൻ്റെയും 2-ൻ്റെയും ഭാഗത്ത് പറയുന്നതിൽ നിന്നാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കണം. കാരണം എക്കണോമിക്സിൻ്റെ ഒക്കെ ഏരിയ നല്ല ടഫായിട്ടൊക്കെ ചോദിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനോടൊപ്പം അഡീഷണൽ ഫാക്ട്സും കൂടെ പഠിച്ചു പോകാൻ ശ്രമിക്കണം കുറച്ചും കൂടെ. കാരണം ടെക്സ്റ്റിൽ ജസ്റ്റ് മിയറായിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവുള്ളൂ പലതും. ഇപ്പോൾ നമുക്ക് ന്യൂ എക്കണോമിക് പോളിസി എന്നൊക്കെ പറയുന്ന സംഭവം SCRT ബേസ്ഡ് ആയിട്ട് അധികം കിട്ടില്ല. അതിന് NCERT തന്നെ നിങ്ങൾ റിലൈ ചെയ്യണം. അപ്പോൾ NCERT-യുടെ പോർഷൻസ് ഞാൻ എന്തായാലും പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം ഗ്യാപ്പിൽ എന്ത് ചെയ്യാം, മാക്സിമം ടെക്സ്റ്റിൻ്റെ പാഠഭാഗങ്ങൾ പതുക്കെ വായിച്ചു തുടങ്ങാം. ഓക്കെ, സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒന്നും പറഞ്ഞ് സെലക്ട് ചെയ്യാതെ നമ്മൾ ആദ്യം ഒന്ന് SCRT പാഠഭാഗങ്ങളൊന്ന് പുതിയതൊക്കെ ഒന്ന് പരിചയപ്പെടുക. അതായത് എന്തൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു തവണ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു തവണ നമ്മളൊന്ന് കണ്ണോടിച്ച് പോയാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ചാപ്റ്ററിൽ നിന്നാണ്. ഇപ്പോൾ നമ്മളൊരു PYQ ചെയ്യുമ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് ഈ പാഠഭാഗങ്ങൾ നോക്കണം എന്ന് പറയുന്നത്. എനിക്ക് SCRT പാഠഭാഗങ്ങൾ കിട്ടാതെ വന്നിരുന്ന സമയത്ത് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ PYQ കാണുമ്പോൾ ഇത് എവിടെ നിന്ന് ചോദിച്ചേക്കണം, ഈ ടഫ് ക്വസ്റ്റൻ ഒക്കെ എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അത് മനസ്സിലായത്, പിന്നെ ഞാൻ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് എന്നുള്ളതാണല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് നോക്കണം എന്ന് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണത്. ദെൻ ചാപ്റ്റർ 5
ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ SS2 ഭാഗത്ത് നിന്നുള്ളതാണ് കേട്ടോ സോഷ്യൽ സയൻസ് 2 അപ്പോൾ ഇതിൽ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. GVA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. GVA, GDP ഇതിനെ സംബന്ധിച്ചുള്ള ഇക്വേഷൻസ്, GDP കണക്കാക്കാനുള്ള പല മെത്തേഡ്സ്, ആ മെത്തേഡ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ ഇനി വരുന്ന എക്സാംസിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഏരിയാസ് ആണ്. സോ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം ഇതിനൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നിസ്സാരവൽക്കരിച്ച് കളയരുത്. നമ്മൾ കേവലം SCRT പാഠഭാഗങ്ങളാണ് അതൊക്കെ വേണോ, അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ പറയുന്നതെന്ന് അങ്ങനെ ചിന്തിക്കരുത്. കാരണം സ്റ്റിൽ കുറേയധികം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അവർ, എസ്പെഷ്യലി 9th സ്റ്റാൻഡേർഡിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടത്തേൽ. പക്ഷേ ഇപ്പോഴത്തേൽ കുറേയധികം നമ്മൾ എക്കണോമിക്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസ് എങ്ങനെയാണ് എന്താണ് എന്നുള്ള രീതിയിൽ കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വായിക്കാം. അതുപോലെ എന്താണ്, നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്ത ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ അഡീഷണൽസും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞുതരാം. ദെൻ ചാപ്റ്റർ 6 വിലയും വിപണിയും SS2 നിന്നാണ്. ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ SS2 ഭാഗത്ത് നിന്നാണ്. മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന പാഠഭാഗം ഇപ്പോൾ ഡെസേർട്ടിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഇന്ത്യയുടെ ഡെസേർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്ട്സ് അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ദെൻ ചാപ്റ്റർ 8 SS2 ഇതിൽ നിന്ന് തീരങ്ങളിലൂടെ. അപ്പോൾ നമ്മുടെ തീരപ്രദേശത്തെ കുറിച്ചിട്ടുള്ള വളരെ എന്താണ് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കേവലം വായിച്ചു പോയാൽ നമുക്ക് കിട്ടത്തില്ല, നമ്മൾ വീണ്ടും 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 റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് റിവിഷൻ നല്ല രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ആവും. നെക്സ്റ്റ് ബേസിക് സയൻസിന്റെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആണ് ഏറ്റവും നല്ല രീതിയിൽ സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ പറ്റുക. പക്ഷെ നമ്മൾ അതിനു മുമ്പ് SCRTയിൽ എന്തൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളതൊന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ SCRT നോക്കണം. ബയോളജി കൂടുതലും SCRT ഫാക്ട്സ് തന്നെയായിരിക്കും അവർ ചോദിക്കുക കേട്ടോ. ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. SCRTയിൽ എന്തായാലും അവർ ചോദിക്കും, പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പം ടോപ്പിക് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് 5 ചാപ്റ്റർ 5 കയ്യെത്തും ദൂരത്ത് ആകാശം, ചാപ്റ്റർ 6 ഊർജ്ജ സ്രോതസ്സുകൾ, ചാപ്റ്റർ 7 ഇന്ദ്രിയജാലം, ചാപ്റ്റർ 8 ജന്തുജാലങ്ങൾ. ഇത്രയാണുള്ളത് ക്ലാസ് 5 ഇതിൽ നിന്ന്. ക്ലാസ് 7 ഇതിൽ നിന്ന് ചാപ്റ്റർ 6 താപം നിത്യജീവിതത്തിൽ. ദെൻ ചാപ്റ്റർ 7 മനുഷ്യ ശരീരം ഒരു വിസ്മയം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ട് സ്ഥിരം ചോദിക്കാറുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്താൽ നല്ല ഫുൾ മാർക്സ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. LGSനാണ് കുറച്ചും കൂടെ വെയിറ്റേജ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതിനല്ലേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ ചാപ്റ്റർ 8 ആകാശ വിസ്മയങ്ങൾ. ദെൻ ചാപ്റ്റർ 9 പരിസ്ഥിതിയെ നോവിക്കാതെ. ദെൻ ക്ലാസ് 9 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 5 ഫിസിക്സ് ചാപ്റ്റർ 5 പ്ലവക്ഷമ ബലം. ഓക്കെ, പ്ലവക്ഷമ ബലം എന്നാ കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 6 പ്രവൃത്തിയും ഊർജ്ജവും, ചാപ്റ്റർ 8 ശബ്ദം. കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ചാപ്റ്റർ 5 രാസഗതികം, ചാപ്റ്റർ 6 ലായനികൾ, ചാപ്റ്റർ 7 അലോഹങ്ങൾ. ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ചാപ്റ്റർ 4 ചലനത്തിന് പിന്നിൽ, ചാപ്റ്റർ 5 പ്രത്യുത്പാദന ആരോഗ്യം, ചാപ്റ്റർ 6 വർഗീകരണം. അപ്പോൾ കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ നമ്മൾ എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് കട്ട് ചെയ്ത് പറയാൻ കാരണം നമുക്ക് അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ കുറേയധികം പാഠഭാഗങ്ങൾ ഇങ്ങനെ നോക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. ഇതിൽ 5 തൊട്ട് 10 വരെയുള്ളതിന്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ഞാനിപ്പോ പറഞ്ഞ പോലെ 5, 7, 9 ക്ലാസ്സുകളിലെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 6, 8, 10 ഒന്ന് സമഗ്രയുടെ വെബ്സൈറ്റിലും കൂടെ ഒന്ന് വന്നിട്ട് നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അതിന് മുമ്പ് എനിക്ക് എങ്ങനെയെങ്കിലും അവൈലബിൾ ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അത് ഏതൊക്കെ പാഠഭാഗങ്ങൾ വേണമെന്ന്. അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങളുണ്ട് വായിച്ചു തീർക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക വായന. എന്നാലേ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറയുന്നത്, നമ്മുടെ മെറ്റീരിയൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്നാൽ അത് നല്ലതാണ്. നമുക്കപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് അപ്പോൾ തപ്പിയെടുക്കേണ്ടി വരില്ല. CA കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പം അപ്ഡേറ്റ് ചെയ്യും. ന്യൂസ് പേപ്പറാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് റിലേ ചെയ്യുന്നത് എങ്കിൽ അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം നല്ല ഇത് നമുക്ക് ഓരോ ദിവസവും എന്നുള്ള രീതിയിൽ ഇപ്പോൾ അല്ലാതെ നിങ്ങൾക്കറിയാലോ കുറേ കാണുന്നുണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ചിലർ കറണ്ട് അഫയേഴ്സിന്റെ അപ്പപ്പോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ടെലിഗ്രാം ചാനൽസും അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ടെസ്റ്റ് സീരീസിന്റെ കാര്യം ഞാൻ എന്തായാലും തുടങ്ങാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുറെ പേര് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടു. ഇത് നമുക്ക് ഒരുമിച്ച് സെറ്റ് ആവാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും, ഓക്കെ ഞാനൊരു ഓരോ ദിവസവും ഞാൻ എൻ്റെ എഫേർട്ട് ഇടുന്നുണ്ട്, വെറുതെ അല്ല എന്നുള്ള ആ ഒരു ബോധ്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വാശിയോടെ പഠിച്ച് നമുക്ക് റാങ്ക് നേടണം. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ എല്ലാവരും ഇരിക്കാം. നല്ല രീതിയിൽ തന്നെ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഇപ്പോൾ ഓണം വരികയാണ്.
അപ്പോൾ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. എന്നിരുന്നാലും കുറച്ച് സമയമെങ്കിലും നമ്മളുടെ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് എന്തായാലും മാറ്റി വെക്കേണ്ട കുറച്ച് സമയം വളരെ ഇപ്പം നമ്മൾ യൂഷ്വൽ ഡേയിൽ കുറേ പഠിച്ചെടുക്കുന്നതിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും ഓണത്തിൻ്റെതായ തിരക്കുകളും ആഘോഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് സമയമെങ്കിലും അതിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ടൈം എന്തായാലും മാറ്റി വെക്കണം. കാരണം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. ഇനി നമ്മൾക്കിത് നേടിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.